കോഴിക്കോട് വടകരയിൽ കാരവാനിൽ 2 പേർ മരിച്ചത് കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചെന്ന് കണ്ടെത്തൽ. ജനറേറ്ററിൽ നിന്നും വിഷവാതകം പ്ലാറ്റ്ഫോമിലെ ദ്വാരം വഴി കാരവാനകത്തെത്തുകയായിരുന്നു. NIT സംഘം നടത്തിയ ശാസ്ത്രീയ പരിശോധനയിലാണ് കണ്ടെത്തൽ. ശരത് തോങ്ങല്ലൂർ വിവരങ്ങൾ നൽകാൻ ചേർന്നു. ശരത്ത്, സംശയിച്ചതുപോലെ തന്നെ വിഷവാതകം ശ്വസിച്ചതാണ് മരണകാരണമെന്ന് ഇപ്പോൾ കണ്ടെത്തുന്നു. എങ്ങനെയാണ് വിശദവിവരങ്ങൾ? അസുഖ ഡിസംബർ 23-നാണ് കോഴിക്കോട് വടകരയിലെ കാരവനിലെ 2 യുവാക്കൾ മരിച്ചു കിടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടത്. അതിന്റെ ശാസ്ത്രീയ പരിശോധന പൂർത്തിയായിരിക്കുകയാണ്. അതിന്റെ മരണകാരണം എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡ് ആണെന്നാണ് കണ്ടെത്തല്. വിഷവാതകം, അത് കാർബൺ മോണോക്സൈഡ് ഈ കാരവന്റെ ക്യാബിനിലേക്ക് പ്രവേശിച്ചത് ജനറേറ്ററിൽ നിന്നാണെന്ന് NIT സംഘം നടത്തിയ പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. അതായത് ചേസിനകത്തുള്ള ഒരു ദ്വാരത്തിലൂടെയാണ് കാർബൺ മോണോക്സൈഡ് ക്യാബിനിലേക്ക് എത്തിയെന്ന് പറയുന്നു. 2 മണിക്കൂറിനകം 957 ppm എന്ന അളവിൽ കാർബൺ മോണോക്സൈഡ് ഈ ക്യാബിനിലേക്ക് എത്തി. അതിനെ തുടർന്നാണ് മരണം സംഭവിച്ചിരിക്കുന്നതെന്നാണ് NIT സംഘം നടത്തിയ പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നത്. ഡിസംബർ 23-ന് വടകര കരിമ്പനപ്പാലത്താണ് നിർത്തിയിട്ട വാഹനത്തിൽ 2 പേർ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. മലപ്പുറം സ്വദേശിയായ മനോജ്, കാസർഗോഡ് സ്വദേശിയായ ജോയൽ എന്നിവരായിരുന്നു മരിച്ചിരുന്നത്. ഒരാൾ കാരവന്റെ സ്റ്റെപ്പിലും മറ്റൊരാൾ ഉള്ളിലും മരിച്ചു കിടക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത്. ഇതിന്റെ ശാസ്ത്രീയമായ കണ്ടെത്തലാണ്, നിഗമനത്തിലേക്കാണ് NIT സംഘം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അസിത. ശരി, ശരത് തോങ്ങല്ലൂർ വിവരങ്ങൾ നൽകിയത്.